ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ബ്രൈറ്റനിങ് പീലോ മാസ്ക് ആണ് ട്രൈ ചെയ്യുന്നത്. പെട്ടെന്നൊന്നും നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്താൽ മതി. കാരണം ഇതിനകത്ത് ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ ബ്രൈറ്റൻ ആവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോഴത്തേനും അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ബേബി ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലവണ്ണം റിമൂവ് ആയിക്കോളും. എന്ന് വെച്ച് ഒരുപാടൊക്കെ ഉണ്ട്, ഈ ഒരു ഭാഗത്തൊക്കെ ഇരിക്കുന്ന കുറച്ച് വലുതല്ലേ, അതൊന്നും റിമൂവ് ആകത്തില്ല കേട്ടോ. ചെറിയ ഹെയർ ഒക്കെ റിമൂവ് ആയിക്കോളും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. മാസത്തിൽ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പീലോ മാസ്ക് ഒക്കെ ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ. അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ടും ബ്രൗൺ സ്പോട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ നല്ലവണ്ണം ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുവാണെങ്കിൽ. അതുപോലെ തന്നെ ആമസോൺ ഗ്രേറ്റ് സമ്മർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മേടിക്കുവാണെങ്കിൽ 50% തൊട്ട് 80% വരെ നമുക്ക് ഡിസ്കൗണ്ടിൽ മേടിക്കാൻ വേണ്ടി പറ്റും. 1500 പരം ടോപ്പ് ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് ആണ് ആമസോണിനകത്തുള്ളത്. അപ്പോൾ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ മേടിച്ച ഈ ഒരു ക്രീമാണ് കേട്ടോ, ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണിത്. ഇത് തനിഷ്ക എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നേരത്തെ ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോട്ടിൽ തീർന്നപ്പോൾ ഞാൻ അടുത്ത ഇത് മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. നല്ലവണ്ണം മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തായിട്ട് ഗാർണിയറിന്റെ ഈ ഒരു വിറ്റാമിൻ സി സിറം ആണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഫസ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാത്തത് കൊണ്ട് തന്നെ സ്കിൻ കുറച്ച് ഡള്ളായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ ബ്രൈറ്റൻ ആയിട്ട് തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു സിറം യൂസ് ചെയ്താൽ മതി. വിറ്റാമിൻ സി അടങ്ങിയ സിറം യൂസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിറം മേടിച്ചത്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന തീരാറായപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് ഓർഡർ ചെയ്തതാണ്. അടുത്തായിട്ട് ലോറിയലിന്റെ ഈ ഒരു സിറം ആണ് കേട്ടോ ഞാൻ മേടിച്ചത്. കാരണം എൻ്റെ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ഫ്രിസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് മേടിച്ചത്. അടുത്തായിട്ട് മേബിലൈൻ്റെ ഈ ഒരു വാട്ടർ പ്രൂഫ് മസ്കാരയാണ് കേട്ടോ ഞാൻ മേടിച്ചത്. നെക്സ്റ്റ് ഞാൻ മേടിച്ച ഈ ഒരു ഐബ്രോ പെന്നാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ വേറൊരു സൈറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. മേടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം നല്ലവണ്ണം നമ്മൾ മൈക്രോ ബ്ലേഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത് അതേ രീതി തന്നെയാണ് കേട്ടോ നമുക്ക് റിസൾട്ട് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നല്ലൊരു ബ്രാൻഡിൻ്റെ നോക്കിയിട്ടാണ് കേട്ടോ ഇതിനകത്ത് നിന്ന് മേടിച്ചത്. കാരണം പെട്ടെന്ന് തീരും. നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അടിപൊളി നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു പെന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും ലേറ്റ് ആകണ്ട, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പീലോ മാസ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പപ്പായയും വേണം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാരറ്റും വേണം. 2 ചെറിയ പീസ് എടുത്താൽ മതി. നല്ലവണ്ണം കഴുകിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു പപ്പായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആകാനും നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റും നമ്മുടെ സ്കിൻ ടോൺ ലൈറ്റനാക്കി തരും. അതുപോലെ തന്നെ ഏജിങ് ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ക്യാരറ്റ് വളരെ ഹെൽപ്പ് ചെയ്യും നമ്മളെ. അപ്പോൾ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ചുമ്മാ ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഇതിൻ്റെ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പീലോ മാസ്ക് നമ്മൾ റെഡിയാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് നല്ലൊരു കളറൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും എടുക്കാം കേട്ടോ. പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അതെടുക്കാം, ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതെടുക്കാം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണെങ്കിലും മതി കേട്ടോ. കാരണം നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന രീതിയിലുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതെടുക്കുകയാണ് കുറച്ചും കൂടെ നല്ല. ഒരുപാട് ടാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടൊമാറ്റോയും കൂടി ഇതിനകത്തിടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്രഷ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ളത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഈ കോൺഫ്ലോർ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോൺഫ്ലോർ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. ഇത് കെമിക്കൽ അല്ല കേട്ടോ, നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തൊക്കെ ഇടുന്നതാണ്. സ്കിൻ നല്ലവണ്ണം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതൊരു 2 ടീസ്പൂണോളം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം ജ്യൂസാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. 2 ടീസ്പൂണോളം കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യണം കേട്ടോ. ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഒരു പാത്രത്തിനകത്ത് വെള്ളം ചൂടാക്കിയിട്ട് ഇതങ്ങ് ഇറക്കി കൊടുത്താൽ മതി. കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു ചൂടിലായിരിക്കും ഇത് നല്ലവണ്ണം കുറുകി കിട്ടുന്നത്. ഒരു 2-3 മിനിറ്റൊക്കെ മതി കേട്ടോ. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടയായി പോകും. നല്ലവണ്ണം കുറുകി വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറ്റണം കേട്ടോ. ചൂടാറ്റിയതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് പീലോ മാസ്ക് ആണ്. ഇത് നമ്മുടെ അടുത്തുള്ള ലേഡി സെൻറ്ററിലും ഒക്കെ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീൽ ചെയ്തെടുക്കണ്ടേ നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീലോ മാസ്ക് ചേർക്കുന്നത്.
ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഡബിൾ ബോയിൽ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ജെലാറ്റിൻ അതിനകത്തോട്ട് ചേർത്താൽ മതി. 1 ടീസ്പൂണോളം ജെലാറ്റിൻ ചേർത്തിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പീലോ മാസ്ക് യൂസ് ചെയ്യേണ്ട. രണ്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ജെലാറ്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പെയിൻ കൂടുതലായിരിക്കും നമ്മൾ പീൽ ചെയ്തെടുക്കുമ്പോഴത്തേനും. അപ്പോൾ ഞാനിപ്പോൾ പീലോ മാസ്ക് ആണ് ചേർത്തേക്കുന്നത്. ഏത് ബ്രാൻഡിൻ്റെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന അത്രയും ഒരു 2.5 ടീസ്പൂണോളമൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാവട്ടെ, കാരണം നമ്മുടെ ഫേസിൽ ഒട്ടിയിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ കുറുക്കിയെടുക്കണം. അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പീലോ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫേസിന് മേളിലോട്ടുള്ള രീതി വേണം കേട്ടോ അപ്ലൈ ചെയ്യാൻ. താഴോട്ട് ഒരിക്കലും അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. താഴോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കവിളിൻ്റെ ഭാഗമൊക്കെ തൂങ്ങി വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും മേളിലോട്ട് അപ്ലൈ ചെയ്യണം. കുറച്ച് പാടാണ്, നമ്മൾ പെട്ടെന്ന് ഓർക്കത്തില്ല. എന്നാലും മേളിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നെക്ക്, കവിള്, ആ ഒരു ഏരിയയൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ അപ്പർ ലിപ്സിലെ ഹെയർ ഒക്കെ റിമൂവ് ആയിക്കോളൂ ഇത് നമ്മൾ പീൽ ചെയ്തെടുക്കുമ്പോൾ. ഞാനിപ്പോൾ ഒരു പ്രാവശ്യമല്ല കേട്ടോ 3 കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നല്ലവണ്ണം ചെറിയ ഹെയർ ഒക്കെ ഉണ്ട് എൻ്റെ നെറ്റിയിലും ഫേസിലും ഒക്കെ. അപ്പോൾ അതൊന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ 3 കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കോട്ടാണെങ്കിൽ നമുക്ക് ഹെയർ ഒന്നും റിമൂവ് ആയിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ ഒരു 2-3 കോട്ടൊക്കെ ഇടുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേനും അടുത്ത കോട്ടിടുക, പിന്നെയും ഡ്രൈ ആകുമ്പോഴത്തേനും അടുത്ത കോട്ടിടുക. അങ്ങനെ ഒരു 2-3 കോട്ട് ഇടുവാണെങ്കിൽ കുറച്ച് ടൈം പിടിക്കും കേട്ടോ ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടുവാണെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ ചെറിയ ഹെയർ ഒക്കെ ആണെങ്കിൽ അതും റിമൂവ് ആയിക്കോളും. അപ്പർ ലിപ്സിലെ ഹെയർ ഒക്കെ നല്ലവണ്ണം റിമൂവ് ആവും. അപ്പോൾ കണ്ടില്ലേ, 2-3 കോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പീൽ ചെയ്യാം. പതുക്കെ വേണം പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെയർ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു വരും കേട്ടോ. കാരണം നമ്മുടെ മുടിയൊക്കെ ഇടയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു വരും. കണ്ടില്ലേ, റിമൂവ് ചെയ്തത്രേ ഭാഗം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലവണ്ണം ബ്രൈറ്റ് ആയിട്ടുണ്ട്. കണ്ണിന് ചുറ്റിന ഏരിയ കണ്ടില്ലേ, എല്ലാം ഒരേ കളറായിരുന്നു. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത്. പീലോ മാസ്ക് ആയതുകൊണ്ട് ഓവറായിട്ട് നമുക്ക് പെയിൻ ഒന്നും എടുക്കത്തില്ല. പക്ഷേ ജെലാറ്റിനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. സ്കിൻ അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ബേബി ഹെയർസ് ഒക്കെ നല്ലവണ്ണം റിമൂവ് ആവുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലവണ്ണം മാറും. ഡെഡ് സെൽസ് മാറാൻ വേണ്ടിയിട്ടും ഏറ്റവും ബെസ്റ്റാണിത്. നമ്മുടെ കൈക്കും കാലിനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം.